സഹൃദയരെ കലാസ്നേഹികളെ, ഹൈ വോൾട്ടേജ് അവതരിപ്പിക്കുന്നു എന്റെ തമ്പുരാനെ. ഇതെന്തൊരെമ്പുരാൻ! നേരം പരപരാന്ന് പുലർന്നു. അതാ വാദ്യഘോഷങ്ങളുമായി എമ്പുരാൻ റിലീസ്. ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ 50 കോടി ക്ലബിൽ എമ്പുരാൻ. പക്ഷേ എവിടെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ. എന്ത് സംഭവിക്കുന്നു? ഗുജറാത്ത് കലാപം, ബാബാ ബജ്രംഗി, വർഗീയത, ഇതെല്ലാം കണ്ടപ്പോൾ ചിലരുടെ മർമ്മത്തിൽ കയറിയെന്ന് കൊണ്ടു. ഏകപക്ഷീയ രാഷ്ട്രീയ അജണ്ട പ്രചരിപ്പിക്കാനാണ് അവർ സിനിമ എടുത്തതെന്ന് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചു. പക്ഷേ പടത്തിന് എന്തെങ്കിലും പറ്റി? ഇല്ല. രണ്ടാം ദിവസം 100 കോടി ക്ലബിൽ. മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട്. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, അദ്ദേഹം പടം കണ്ടിട്ടില്ല. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഇതല്ലല്ലോ മച്ചമ്പി നേരത്തെ പറഞ്ഞത്. ഏത് സിനിമാ പ്രേമിക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രൊജക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓന്ത് മാറൂ ഇതുപോലെ. സ്വന്തം പ്രൊഫൈൽ വരെ നോക്കി വായിച്ച് ചരിത്രത്തിൽ ഇടം പിടിച്ച BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരു താൻ ഈ സിനിമ കാണും എന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് മോഹൻലാൽ തന്റെ സുഹൃത്താണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. സിനിമയിലെ കണ്ടന്റുമായി യാതൊരു തരത്തിലും തനിക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു. മേജർ ഇവർ തോറ്റുപോയി പുള്ളിയുടെ മുന്നിൽ. സൈബർ ഇടങ്ങളിൽ ലാലേട്ടനും ഗോപിയേട്ടനും പിന്തുണ. രാജുവിനെ ഒറ്റപ്പെടുത്തിയതാര്? ലാലേട്ടൻ പ്രിവ്യൂ കണ്ടില്ലേ? ഇപ്പോഴും ഞാൻ ഉറക്കെ ചോദിക്കുന്നു, പണം എങ്ങനെ പോകുന്നു? 200 കോടി ക്ലബിൽ. അതുവഴി നിൽക്കട്ടെ, സംഭവത്തിൽ ആന്റണി പെരുമ്പാവൂർ എന്താണ് പറയാനുള്ളത്? മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും. അപ്പോ ആന്റണിക്കും ലാലേട്ടനും കഥ അറിയാമായിരുന്നു. എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു ഹോളിവുഡ് സിനിമ പിടിച്ച പൃഥ്വിരാജിനെ മാത്രം എന്തിനു കുറ്റപ്പെടുത്തി? പരിവാരത്തിന്റെ വേദന മാറ്റാൻ എമ്പുരാനിട്ട് 24 വെട്ട്. കൂട്ടത്തിൽ ഒരാൾ മാത്രം മിണ്ടുന്നില്ലല്ലോ. ആരാത്? സാക്ഷാൽ മുരളി ഗോപി. സംഗീ കൊങ്ങി കമ്മി ഒന്ന് ശ്രമിച്ചിട്ടും കുട്ടി മിണ്ടുന്നില്ല. ഗോവിന്ദൻ കുട്ടി മിണ്ടുന്നില്ല. കുട്ടി മിണ്ടുമെന്ന് തോന്നുന്നില്ല. കുട്ടി മിണ്ടാത്തതാണ് നല്ലത്. മൗനം വിദ്വാന് ഭൂഷണം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവനാള് കൊള്ളാം. എന്താ പേര്?